से उपयोग करने ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ അത് തക്കത്തിൽ ഉപയോഗിക്കുമ്പോൾ हमें जो मिलता है अवसर को हम अगर सही से उपयोग करते हैं तो ദൈവം വീണ്ടും നമുക്ക് അവസരങ്ങൾ ഒരുക്കി തരും. परमेश्वर फिर हमें जो अवसर देते रहेंगे, കാരണം നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വഴികളെ ഒരുക്കി തരും. जब हम परमेश्वर के लिए तैयार होते परमेश्वर हमारे लिए रास्ते तैयार करेंगे. എന്തെല്ലാം തടസ്സങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും ആ തടസ്സങ്ങളെല്ലാം ദൈവം മാറ്റിത്തരും. कुछ भी मुश्किल आता है परमेश्वर उसे हटा देंगे. ഈ വർഷത്തിന്റെ ആരംഭത്തില് ഞാൻ ദൈവസന്നിധിയിൽ ചില വിഷയങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. इस साल की शुरुआत में मैंने कई सारी बातें जो है परमेश्वर के साथ मैं बोला और जो है उसके बारे में प्रार्थना करता रहा. ഏകദേശം എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 80-90% അതിൽ നീതി പുലർത്തുവാൻ ദൈവം സഹായിച്ചു. जहाँ तक याद है 80-90% जो है उसमें धर्मी रहने के लिए परमेश्वर सहायता എന്ന് പറഞ്ഞാൽ അതിലെ ഒരു ചില വിഷയങ്ങൾ മാത്രം നടന്നില്ല, അത് നിശ്ചയമായിട്ട് ദൈവം അത് നടത്തും. मतलब कुछ बातें नहीं हुआ है, 1-2 बातें नहीं हुआ, लेकिन निश्चय होगा करके विश्वास है. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. मतलब हम जो परमेश्वर के सामने कई सारे निर्णय लेते हैं, പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ അത് പ്രവൃത്തിയിൽ എത്തുന്നതായിട്ട് കാണുവാൻ കഴിയത്തില്ല. कई बार हमारे जो निश्चय है वो हमारे काम में होना हम देख नहीं पाते हैं. ഞാൻ ഒന്നാമത് എടുത്ത തീരുമാനമല്ല പറഞ്ഞത്, എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ പറഞ്ഞു. मैंने ऐसा वो एक तारीख को लेने वाले जो होते हैं वैसा वायदे नहीं, बल्कि मेरे हृदय के जो है इच्छाओं को बताया. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ ഹിതമാണെങ്കിൽ അതെല്ലാം എന്റെ ജീവിതത്തിൽ നടക്കും. मैं यही प्रार्थना करता हूँ कि अगर परमेश्वर की इच्छा है तो ये सब मेरे जीवन में होगा. കാരണം ദൈവത്തിന്റെ ഹിതമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല, ഒന്നും നടക്കത്തില്ല. क्योंकि परमेश्वर की इच्छा के अनुसार हमारे जीवन में ना ही कुछ होगा ना ही कुछ हो सकता है. നമ്മൾ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കാവൂ. हम जब परमेश्वर के वचन के लिए खड़े रहने समय परमेश्वर का ही इच्छा पूरा होना चाहिए. എന്നാൽ പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിനായി പ്രാർത്ഥിക്കുകയും നമ്മുടെ ഹിതം നിറവേറ്റുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. तो कई बार हम हमारी इच्छा के लिए प्रार्थना करते हैं, हमारी इच्छा को पूरी करने की कोशिश करते हैं. പ്രാർത്ഥിക്കുന്നതും പറയുന്നതൊക്കെ ദൈവഹിതം നടക്കണമെന്ന प्रार्थना करते हैं और बोलते हैं कि परमेश्वर की इच्छा होनी चाहिए. പക്ഷേ അതിൽ എത്രത്തോളം ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നമ്മൾ നിൽക്കുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു, അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. परंतु कितना हम जो है उसमें रुकते हैं, उसकी प्रार्थना करते हैं, वो सोचने की बात है. നമ്മൾ ഈ വർഷത്തിന്റെ ആരംഭം മുതലുള്ള ദിവസങ്ങളിലേക്ക് ഒന്ന് നോക്കിയേ. इस साल की जो शुरुआत के दिनों को जरा सोच के देखिए. ആമേൻ. ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ, परमेश्वर हमें चलाया हुआ जो राह. ഇന്ന് പകൽക്കാലം ഞാൻ മുഖവര പറഞ്ഞ് അങ്ങനെ സമയം കളയുന്നില്ല. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ആ വായഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. सुबह के समय ऐसी बोल के मैं समय नहीं व्यर्थ करना चाहता हूँ. पिछले हफ्ते में जो हमने देखा था वही वचन का मनन करेंगे. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വാക്യം വായിക്കാനിടയായി. पिछले हफ्ते हम एक वचन पढ़े थे. അത് തുടങ്ങി വെച്ചു, പക്ഷെ അതിനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. शुरुआत किया था लेकिन पूरा नहीं कर पाए. ആ വാക്യം ഇതാണ്. അവൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. वचन ये है भजन संगीता 34 का 5वां आयत. ആമേൻ. അവിടെ നമ്മൾ ആമേൻ ഇങ്ങനെ വായിച്ചു, ऐसा पढ़ते हैं, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. जिन्होंने उसकी ओर दृष्टि की उन्होंने ज्योति पाई और उनका मुंह कभी काला ना होने पाया. അതെ, നമ്മുടെ നോട്ടം. हाँ, हमारी दृष्टि. ഞാൻ ഇന്ന് പ്രീസലോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നോട്ടം. हाँ, मैं जो बात करना चाहता हूँ हमारी दृष्टि के बारे में. പലവിധ നോട്ടങ്ങളുണ്ട്. कई प्रकार की दृष्टि है. ലോകത്തിലെ മനുഷ്യരുടെ നോട്ടമുണ്ട്, दुनिया में लोगों का दृष्टि है, ദൈവ ഭക്തന്റെ നോട്ടമുണ്ട്, जो है परमेश्वर के दास का है. ദൈവവചനം അതിനെക്കുറിച്ച് പറയുന്നത് परमेश्वर का वचन उसके बारे में कहता है ദൈവഭക്തന്റെ നോട്ടം എപ്പോഴും ദൈവത്തിലേക്കായിരിക്കും. परमेश्वर के वचन का दृश्य वैसे परमेश्वर की ओर रहता है. എന്നാൽ ലോക മനുഷ്യന്റെ നോട്ടം മറ്റു പലതിലേക്കുമായിരിക്കും. परंतु दुनिया के लोगों का दृष्टि किसी और चीजों पर रहता है. ലോകപരമായ വിഷയങ്ങളിലേക്ക് നോക്കുമ്പോൾ दुनिया की बातों को अगर देखते हैं നമ്മുടെ ജീവിതത്തിലെ നിരാശയും പരാജയങ്ങളും കടന്നു വരും. हमारे अंदर जो है निराश और मुश्किल सब आता है. എന്നാൽ ദൈവത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി വയ്ക്കുമ്പോൾ परंतु अगर हम परमेश्वर की ओर अपना दृष्टि रखें, നമ്മുടെ നിരാശ പ്രത്യാശയായി മാറും. हमारी जो निराशा है वो आशा में बदल जाता है. കാരണം ആ ക്രൂശിൽ മരിച്ചതായ കള്ളനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ क्योंकि उस क्रूस से मरा हुआ उस चोर के बारे में हम देखेंगे तो അവന്റെ ആശയെല്ലാം നഷ്ടപ്പെട്ടു. उनका आशा सब चला गया. ഇനി അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. अभी वो जो उसकी गलती वो ले रही है, പക്ഷെ അവന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. परंतु उनका जो है मन में एक इच्छा था. ഈ ശിക്ഷ ഇത് നടപ്പിലാക്കി തീർത്തു. ये जो धन है ये हो गया, പക്ഷെ എന്റെ പ്രാണന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. परंतु मेरे प्राण के लिए मैं कुछ नहीं कर पाया. അവൻ അത് യേശുവിനോട് പറഞ്ഞു. तो यीशु से कहा അവന്റെ നിരാശ പ്രത്യാശയായി മാറി. और उनका जो निराशा है वो आशा बदल गया. യേശു പറഞ്ഞു, നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും. यीशु मसीह ने बोला कि तुम मेरे साथ परदीसा में रहोगे. നോക്കി, ഒരിക്കലും അത് ലഭിക്കുമെന്ന് ചിന്തിക്കുന്ന വിഷയമല്ല. सोच के देखिए वो कभी भी मिलेगा करके हम सोच नहीं सकते हैं. അവിടെ തീർന്നു പോയി അവന്റെ ജീവിതം. अभी खत्म हो गया था उसकी जिंदगी, പക്ഷെ അവൻ അവിടെ ഒരു പ്രത്യാശ ലഭിച്ചു.
तो वहां पे उसको एक आशा मिला। അവൻ യേശുവിലേക്ക് നോക്കിയതുകൊണ്ട് ആ പ്രത്യാശ ലഭിച്ചത്. यीशु मसीह को देखा इसलिए वो आशा मिला। എന്നാൽ അവനോട് കൂടെ ഉണ്ടായിരുന്നവനും നോക്കി, परंतु उसके साथ वाले ने भी देखा, ഇവനും നോക്കി, इसने भी देखा, രണ്ടുപേരും നോക്കി. दोनों ने भी देखा, പക്ഷേ യഥാർത്ഥമായി നോക്കിയവന് പ്രത്യാശ ലഭിച്ചു. परंतु जो असली में देखा है उसे वो आशा मिला। ഈ ലോകപരമായ വിഷയത്തിലേക്ക് നോക്കിയവന് പ്രത്യാശ ലഭിച്ചില്ല. जो दुनिया का जो चीज को देखा वो उसको आशा नहीं है। അവൻ ഈ ലോകപരമായി ജീവിക്കണമെന്നാണ് വീണ്ടും ആഗ്രഹിച്ചത്. उसकी इच्छा अभी भी यही है कि वापस दुनिया की तरह जीना। ഇവിടെ നിന്ന് രക്ഷപ്പെട്ട പഴയതുപോലെ വീണ്ടും അങ്ങ് കഴിയാമെന്ന് അവൻ ചിന്തിച്ചത്. इधर से बच जाएंगे तो पहले की तरह जी सकते हैं कहा। അതുകൊണ്ട് അവന് ആ പ്രത്യാശ ലഭിച്ചില്ല. उनको जो आशा नहीं मिला। പക്ഷേ ആ മരണവേളയിലും അവൻ ആ യേശുവിനെ നോക്കേണ്ട രീതിയിൽ നോക്കിയപ്പോൾ അവന് പ്രത്യാശ ലഭിച്ചു. जो परमेश्वर को देखने के साथ देखने पर उसको आशा मिला। ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നുപോയാലും आज सुबह भी हमारी जिंदगी में कोई भी जो है गुजरते हैं मुश्किल से, യേശുവിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാമെങ്കിൽ अगर हमारे ध्यान हम यीशु मसीह की ओर करेंगे നിശ്ചയമായും നമുക്ക് ഒരു പ്രത്യാശ ലഭിക്കും. ये निश्चय है कि हमें भी एक आशा मिलेगा। അനേകർ യേശുവിലേക്ക് നോക്കി. कई सारे लोग यीशु मसीह को देखे। നമുക്കറിയാം, ആമേൻ, മോശ നോക്കി, യോശുവ നോക്കി. मुझे पता है जो है यहोशू देखा था, ആമേൻ. देखा था। അവരെല്ലാം നോക്കിയപ്പോൾ അവർ പ്രകാശിതരായി. सभी लोग देखने के समय वो लोग प्रकाशित हुए। എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്ക് ആമേൻ നമ്മുടെ നോട്ടം എങ്ങോട്ടാണെന്ന് ഒന്ന് ചിന്തിക്കാം. परंतु हम आज हमारी दृष्टि कहाँ है हम सोचेंगे। സങ്കീർത്തനക്കാരൻ പറയുന്നു, वही संगीता वाला कहता है, ആമേൻ, 44 സങ്കീർത്തനം 44 अध्याय അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ उसका पहला आयत അവിടെ ആമേൻ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. हम ऐसा पढ़ते हैं, നമ്മൾ ആമേൻ ഒന്ന് തിരിഞ്ഞു നോക്കുക. हम थोड़ा पीछे मुड़ के देखना है। ഒന്ന് തിരിഞ്ഞു നോക്കണം. पीछे मुड़ के देखना है തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ കാണാൻ കഴിയുന്നത്? तो क्या दिखेगा? ഇവിടെ വായിക്കുന്നു, ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. वचन कहता है, हे परमेश्वर, हमने अपने कानों से सुना, हमारे बाप दादों ने हमसे वर्णन किया है कि तूने उनके दिनों में और प्राचीन काल में क्या क्या काम किए हैं। ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലെ ആമേൻ ഒന്ന് പിന്നിലോട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളെ കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. आज सुबह के समय हमें सिर्फ पीछे मतलब हम मेरी जो जिंदगी है या हमारी जिंदगी है उसको देखना है। പിന്നിലോട്ട് നോക്കുക എന്ന് പറയുമ്പോൾ ലോത്തിന്റെ ഭാര്യയെ പോലെ നോക്കാനല്ല. पीछे देखना मतलब लोथ की पत्नी की तरह पीछे देखना नहीं। നമ്മുടെ ജീവിതത്തിലെ ദൈവ പ്രവൃത്തികളെ കുറിച്ച് തിരിഞ്ഞു നോക്കുക. परमेश्वर जो हमारे जीवन में किया हुआ कार्यों को जरा देखिए। കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് ഓർക്കുക. अब पिछले दिनों में जो परमेश्वर ने किया हुआ उस कामों को याद करके याद कीजिए। ഇവിടെ പറയുന്നു, ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ ചെയ്ത പ്രവൃത്തി. यहाँ पे लिखा है, ये परमेश्वर हमारे अपने कहानी सुनाई कि हमारे बाप दादों ने जो हमसे वर्णन किया। അതെ, പൂർവ്വകാലങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കണം. हाँ, हमारे बाप दादों के समय में हमारे बाप दादों के साथ जो किया है तो मतलब हमारे साथ भी करना चाहिए। ഭക്തൻ പറയുന്നു, ഞങ്ങളത് കേട്ടിരിക്കുന്നു. भक्त कहता है कि मैंने सुना है, അതെ, ഞങ്ങളത് കണ്ടിരിക്കുന്നു. हमने वो देखा है, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് അറിയിച്ചു. हमारे पूर्वजों ने हमें बताया। അതുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്, इसलिए हमारे अंदर एक आशा है, ഞങ്ങളുടെ കാലത്തും അത് ദൈവം പ്രവർത്തിക്കണം. हमारे समय परमेश्वर करेंगे। ആ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത പ്രവർത്തികൾ. पिछले दिनों में परमेश्वर ने किया हुआ काम। എഫേസ്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ एफएससी किताब पत्री, एफएससी को लिखा हुआ पत्री पढ़ने के समय 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ उसका दूसरा अध्याय 1 से लेकर पढ़ने के समय അവിടെ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. वहाँ पे लिखा है कि जो अपने अपराधों और पापों के कारण मरे हुए थे तुम्हें भी जिलाया है। മാത്രമല്ല, അവയിൽ നിങ്ങൾ മുമ്പേ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തെയും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നിങ്ങൾ നടന്നു. वहाँ पे लिखा है, जिसने तुम पहले इस संसार की रीति पर और आकाश के अधिकार के हाकिम अर्थात उस आत्मा के अनुसार चलते थे जो अब भी आज्ञा न मानने वालों में कार्य करता है। മാത്രമല്ല, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. वही नहीं, इनमें हम भी सबके सब पहले अपने शरीर की लालसाओं से दिन बिताते थे और शरीर और मन की मानसाएं पूरी करते थे और लोगों के सामने स्वभाव ही से क्रोध की संतान थे। അതെ, ആമേൻ. പഴയ കാലങ്ങളിൽ നമ്മൾ നടന്ന വിധങ്ങളെ കുറിച്ചാണ് ഇവിടെ ദൈവാത്മാവ് നമ്മോട് പറയുന്നത്. हम पहले समयों में हम जैसे चलते थे उसके बारे में यहाँ पे मनुष्य कहता है। എന്നാൽ എന്താ സംഭവിച്ചത്? लेकिन हुआ क्या है? കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം परंतु परमेश्वर ने जो दया की धनी है अपने उस बड़े प्रेम के कारण
അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. जिससे जिससे उसने हमसे प्रेम किया, जब हम अपराधों के कारण मरे हुए थे तो हमें मसीह के साथ जलाया. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. वो हमें कभी नहीं भूलना, അതൊരിക്കലും മറന്നു കളയരുത്. वो कभी नहीं भूल जाना. ദൈവം നമ്മെ വിടുവിച്ച വിധങ്ങൾ, परमेश्वर ने हमें छुटकारा दिया हुआ ദൈവം നമ്മെ रास्ता, നടത്തിയ വിധങ്ങൾ, हमें जो चलाया हुआ राह. 1 കൊരിന്ത്യർ 11:24 വായിക്കുമ്പോൾ पहला कुरिन्थियों 11 अध्याय उसका 24 पढ़ने के समय ആമേൻ അവിടെ അപ്പോസ്തലനായ പൗലോസ് ആമേൻ കർത്തൃമേശയോട് അനുബന്ധിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. वहाँ पे जो प्रेरित पौलुस है प्रभु भोज के विषय में एक बात कहता है. ആമേൻ കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ശരീരം യാഗമാക്കി തീർന്നു. मसीह हमारे लिए अपना देह को त्याग किया. അത് യേശു പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാകുന്നു. उन्हें कहा कि तुम्हारे लिए मेरा शरीर है. അതെ, യേശുവിന്റെ ശരീരം നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടു. यीशु मसीह का देह हमारे लिए तोड़ा गया. അവന്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടു. उनका लहू हमारे लिए बहाया गया. അതെ, അത് നമ്മൾ എപ്പോഴും ഓർക്കുക. हाँ, ये हमें हमेशा याद रखना है. നമ്മളൊന്ന് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുക. हम थोड़ा पीछे मुड़ के देखना है. ആ കാൽവരി ക്രൂശിലേക്ക് ഒന്ന് നോക്കുക. उस क्रूस की ओर देखना है. നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ചത്. हमारे लिए परमेश्वर ने जो सहा है. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ നമ്മൾ തിരിഞ്ഞു നോക്കണം. तो पिछले दिनों में परमेश्वर ने हमारे लिए किया हुआ जो है भलाई को हम देखना है. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. वो हम कभी नहीं भूलना है. ആമേൻ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് മുകളിലോട്ട് നോക്കണം. दूसरा हमें ऊपर देखना है. കാരണം എപ്പോഴും നമ്മൾ താഴോട്ട് നോക്കി നടക്കുന്ന ഒരു അവസ്ഥയാണ്. क्योंकि हम हमेशा नीचे देख के चलने का एक अवस्था है. എന്നാൽ ഇവിടെ ദൈവവചനം പറയുന്നു നമ്മൾ മുകളിലോട്ട് നോക്കണം. परमेश्वर का वचन कहता है हमें ऊपर देखना है. ആമേൻ. മുകളിലോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ऊपर देखना मतलब പുറപ്പാട് പുസ്തകം निर्गण किताब അതിന്റെ 15-ാം അധ്യായം, 14-ാം അധ്യായം 14 अध्याय അതിന്റെ 15-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ उसको 15 जैसे कहता है. നമ്മൾ മുൻപോട്ട് നോക്കാൻ പറയുന്നു. वो कहते हैं कि हमें आगे देखना है. മുൻപോട്ട് നോക്കുക. आगे देखिए. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ആമേൻ ദൈവം ആമേൻ മോശയോട് സംസാരിക്കുന്നത് കാണുവാൻ കഴിയും. तो वहां पे हम देखते हैं निर्गण किताब में परमेश्वर मूसा को कुछ निर्देश दे रहे हैं. ആമേൻ. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. तब यहोवा ने मुझसे कहा, तो यहोवा ने मूसा से कहा, तू क्यों मेरी दुहाई दे रहा है? इसलिए को आज्ञा दे कि यहाँ से कुछ करे. ആമേൻ. മുൻപോട്ട് നോക്കുക. आगे देखने के बारे में. പലപ്പോഴും നമ്മൾ ആമേൻ മുൻപോട്ട് നോക്കാനുള്ള എന്താ പറയുന്ന ദീർഘദൃഷ്ടി നമുക്ക് കാണത്തില്ല. कई बार आगे देखने का वो जो दृष्टि है नहीं होता है. മുന്നിൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ള നന്മകൾ, परमेश्वर जो हमारे सामने रखा हुआ भलाई, ആമേൻ, നമുക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതായ അനുഗ്രഹങ്ങളും നന്മകളും അത് കാണണമെങ്കിൽ നമ്മൾ മുന്നിലോട്ട് നോക്കണം. परमेश्वर ने जो हमारे रखा हुआ भलाई को देखने के लिए हमें आगे देखना होगा. ആമേൻ. മുൻപിൽ വെച്ചിരിക്കുന്നതായ ആമേൻ ഓട്ടം സ്ഥിരതയോടെ കൂടെ ഓടണമെങ്കിൽ अगर आगे रखा हुआ दौड़ अगर उस स्थिरता से अगर दौड़ना है तो നമ്മുടെ നോട്ടം എപ്പോഴും മുന്നിലോട്ടായിരിക്കണം. हमारा दृष्टि हमेशा आगे होना चाहिए. ആമേൻ. ഒരു കുതിരയെ ആമേൻ അതിന്റെ വാഹനത്തോട് ബന്ധിക്കുമ്പോൾ एक जो है घोड़े को जो है ऐसा करने बांधने के समय അതിനെ അല്ലെങ്കിൽ ആമേൻ ഓട്ടത്തിനായി കൊണ്ടുപോകുമ്പോൾ या फिर उसको दौड़ के लेके जाने के समय അതിന്റെ രണ്ട് വശത്തും ആമേൻ അതിന്റെ ദൃഷ്ടികൾ പോകാതിരിക്കുവാൻ വേണ്ടി उनके दोनों आंखों में उनका दृष्टि यहाँ नहीं जाने के लिए രണ്ട് വശത്തും പട്ട വെച്ച് അതിന്റെ ആമേൻ കണ്ണുകളെ ആമേൻ മറയ്ക്കും. वो जो है दोनों बाजू में क्या करते हैं, एक पट्टी लगा के उसको जो है दोनों यहाँ वहां नहीं देखने जैसा सिर्फ सामने देखने जैसा करते हैं. കാരണം ഈ കുതിര ഓട്ടത്തിൽ 1-ാം നമ്പർ വരണമെങ്കിൽ क्योंकि अगर ये घोड़ा 1 नंबर लाना है तो ഇതിന്റെ നോട്ടം നേരെ ഫ്രണ്ടിലായിരിക്കണം. उनका जो दृष्टि है सीधा होना चाहिए. അപ്പൊ നേരെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ മാത്രമേ അതിന് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. तो उनका जब दृष्टि सीधा रहेगा तो ही वो आगे बढ़ पाएंगे. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നോട്ടം മുന്നോട്ട് തന്നെ ആയിരിക്കണം. हमारे जीवन में भी हमारा जो दृष्टि है वो आगे ही होना चाहिए. ആമേൻ. ഫിലിപ്പിയ ലേഖനം 3:14 നമ്മൾ വായിക്കുന്നു. फिलिप्पी किताब उसमें 3:14 में हम पढ़ते हैं. പൗലോസ് പറയുന്നു, ആ വിരുദിലേക്ക് ലക്ഷ്യത്തിലേക്ക് ഓടുക. पौलुस कहता है कि उस लक्ष्य की ओर दौड़ो. ആ ലക്ഷ്യത്തിലേക്ക് ഓടുമ്പോൾ മാത്രമേ അത് പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ. उस लक्ष्य की ओर दौड़ने पर ही वो पूरा होगा. അതുകൊണ്ട് പൗലോസ് പറയും, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമ്മൾ സ്ഥിരതയോടെ ഓടണം.
इसीलिए पौलुस कहता है कि हमारे सामने रखा हुआ वो दौड़ को हमें स्थिरता से दौड़ना है। അവൻ മുൻപിലേക്ക് നോക്കി ഓടിയാൽ, ആ ബിരുദിലേക്ക് നോക്കി ഓടിയാൽ നമുക്കത് പ്രാപിച്ചെടുക്കാൻ കഴിയും. आगे देखकर भागने पर, उस जो है इनाम को देख के भागने पर हम आगे भाग सकते हैं। ഒരിക്കലും ഒരു രാജാവ് തന്റെ മകളുടെ വിവാഹം ആമേൻ ഇങ്ങനെ പ്രഖ്യാപിക്കാനിടയായി. एक बार एक राजा अपनी बेटी का जो है शादी ऐसे बताया। പ്രൈസ് ദി ലോർഡ്. ആ രാജാവിന്റെ മകൾ എന്ന് പറഞ്ഞാൽ ഓട്ടത്തിൽ നമ്പർ 1. वो राजा की जो बेटी जो है वो दौड़ में एकदम आगे है। ആ രാജാവിന്റെ മകളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. वो राजा की बेटी को कोई भी हरा नहीं पाया। അതുകൊണ്ട് രാജാവ് ആമേൻ മകളെ വിവാഹത്തിനായി ഒരുക്കുമ്പോൾ മകളുടെ കണ്ടീഷൻ ഇങ്ങനെയായിരുന്നു. तो वहां पे जब राजा की बेटी को जब आए विवाह करने तो उनकी अवस्था ऐसा था। അവൻ രാജാവിന്റെ മകൾ പറഞ്ഞു, എന്നെ ഓട്ടത്തിൽ തോൽപ്പിക്കുന്ന വ്യക്തിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ. राजा की जो बेटी ने कहा कि जो मुझे इस दौड़ में हराता है वही उसी के साथ मैं शादी करूंगी। പ്രൈസ് ദി ലോർഡ്. ഇത് രാജ്യത്ത് മൊത്തം വിളംബരം ചെയ്തു. ये पूरे राज्य में भेजा गया। അപ്പോ ആമേൻ അനേക രാജകുമാരന്മാർ വന്നു, ഓടി തളർന്നു, അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. तो कई राजकुमार आए, वो लोग भागे लेकिन उनको भी जीत नहीं पाए। എന്നാൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനും കടന്നു വന്നു. तो लेकिन परंतु एक साधारण मनुष्य भी आया। അദ്ദേഹം വരുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി. तो आने से सभी लोग उनको मुझे मजाक करने लगे। ഓട്ടത്തിൽ നമ്പർ 1 ആയ ആൾക്കാരെല്ലാം തോറ്റുപോയ ഇടത്ത് നീ എങ്ങനെ ഓടും? जो है दौड़ में जो है आगे जाके हारे हुए लोग सब हार गए हैं, तुम कैसे करोगे? മറ്റുള്ളവരെല്ലാം നിരുത്സാഹത്തിന്റെ വാക്കുകളും നിരാശയുടെ വാക്കുകളാണ് പറഞ്ഞത്. सभी लोग जो है निरुत्साह किया, वैसे निराश होने की बातें बोले। അവനെ എല്ലാവരും കളിയാക്കി സംസാരിക്കാൻ തുടങ്ങി. सभी लोग जो इसका मजाक उड़ाकर बात करने लगे। പക്ഷെ അവൻ ആരുടെ വാക്കുകളും ശ്രദ്ധിച്ചില്ല. परंतु वो किसी की बात को ध्यान नहीं दिया। ചുറ്റുപാടുള്ളവരുടെ ഒരു വാക്കും അവൻ ശ്രദ്ധിച്ചില്ല. वो जो है आजू बाजू किसी का भी ध्यान नहीं दिया। അവനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. उनका एक लक्ष्य था, എനിക്ക് ജയിക്കണം. मुझे जीतना है। അവൻ ജയിക്കുവാനുള്ള ലക്ഷ്യത്തോടെ വന്നത്. वो जीतने के लक्ष्य से आया। അവൻ ഓട്ടക്കാരനല്ല. वो भागने वाला नहीं है। അവൻ രാജകുടുംബത്തിലുള്ളവനല്ല. वो के राज जो है परिवार में नहीं ഒരു है, സാധാരണ കുടുംബത്തിലുള്ളവനാണ്. साधारण परिवार में है। പക്ഷെ അവൻ ഓട്ടത്തിനായി കടന്നു വരുന്നതിന് മുമ്പ് परंतु वो भागने के लिए आने से पहले അവൻ ഒന്ന് തയ്യാറായിരുന്നു. वो तैयार हुआ। അവൻ ഒന്ന് ഒരുങ്ങി. तो वो तैयार हुआ। ഓട്ടത്തിനായിട്ടുള്ളതെല്ലാം അവൻ കരുതി. जो कुछ भी जो है दौड़ के लिए सब कुछ तैयार है। അവൻ ഓട്ടത്തിനായി വരുന്നതിന് മുമ്പ് ആദ്യം ചെയ്തതെന്തെന്നറിയാമോ? वो दौड़ में आने से पहले सबसे पहला बात क्या क्या पता है? അവൻ രാജ്ഞിയെ കുറിച്ചൊന്ന് ആമേൻ പഠിക്കാൻ आरंഭിച്ചു. रानी के बारे में थोड़ा पढ़ने लगा। ആ രാജ്ഞിയെ കുറിച്ച് അവൻ ഒത്തിരി അന്വേഷിച്ചു. रानी के बारे में बहुत ढूंढा। എന്നിട്ട് ആ രാജ്ഞിയുടെ ബലഹീനത എന്തെന്ന് മനസ്സിലായി. और फिर वो रानी का जो है कमजोरी है वो उसे पता लगा। അവളുടെ ബലഹീനതയെ അവൻ മനസ്സിലായി. वो कमजोरी को पता लगाया। അപ്പോൾ അവന് മനസ്സിലായി, तो उनको बोला വിശേഷമായ ചില രത്നങ്ങളോട് ഈ രാജ്ഞിക്ക് വലിയ ഭ്രമമാണ്. जो विशेष कोई रत्न के और ये रानी है, ये मोती को बहुत पसंद करती है। പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ ആമേൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഒരു 3 രത്നങ്ങൾ അവൻ കൈക്കലാക്കി. ये जो मनुष्य है ये बहुत कष्ट करके 3 मोती को जो है उसे लिया। അവൻ ഈ രത്നങ്ങളും ആമേൻ പിടിച്ചുകൊണ്ടാണ് അവൻ ഓടാൻ വന്നത്. इस जो है मोती को पकड़ के भागने के ഇത് लिए മറ്റാർക്കും മനസ്സിലായില്ല. किसी को नहीं समझ में आया। അവൻ ഓട്ടം ആരംഭിച്ചു. से भागा। കുറച്ചു ദൂരം ചെന്നപ്പോൾ രാജ്ഞി ഒത്തിരി മുൻപിലായി, ഇവൻ പുറകിലായി. थोड़ा दूर जाने से मैं रानी जो है वो आगे हो गई, पीछे हो गई। അവൻ ആ ഓട്ടത്തിനിടയ്ക്ക് ആമേൻ ഒരു രത്നം എടുത്ത് മുൻപേ എറിഞ്ഞു. तो उस दौड़ की इसमें जो है वो जो एक मोती को फेंका और वो भाग गया। ആമേൻ അവൻ ഓടുമ്പോൾ ഈ രാജ്ഞി അത് കണ്ടു. ये भागने के समय रानी ने देखा। രാജ്ഞി ഓടിച്ചെന്ന് ആ രത്നം എടുക്കാൻ പോകുമ്പോൾ ഇവൻ കുറച്ച് ഫ്രണ്ടിലായി. ये रानी जल्दी से आगे मोती लेने गई तो ये आदमी आगे हो गया। വീണ്ടും പകുതി ദൂരം എത്തുമ്പോൾ വീണ്ടും അവൻ അടുത്ത രത്നം കൂടെ എറിയാനിടയായി. तो हम देखते फिर बात पे ऐसा होता है कि आगे जाने के समय और एक जो है डालता है। പ്രൈസ് ദി ലോർഡ്. രാജ്ഞി അതെടുക്കുമ്പോൾ ഇവൻ ഫ്രണ്ടിലാവും. जब ये रानी इसको लेने जाती है तो ये आगे हो जाता है। കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആമേൻ ഇവൻ പിറകിലാകും. फिर वापस से जो है पीछे हो जाता है। അങ്ങനെ ഓട്ടത്തിന്റെ അവസാന ഭാഗം എത്താറായപ്പോൾ तो जब जो है भागने का आखिरी समय आने के समय അവന്റെ കയ്യിലിരുന്ന അവസാനത്തെ രത്നം എടുത്ത് എറിയാനിടയായി. उनके जो है हाथ में था वो आखिरी वाला भी उसे फेंका। രാജ്ഞി അതെടുക്കുവാൻ വേണ്ടി പോകുമ്പോൾ ഇവൻ ഓടി വിജയിക്കുവാനിടയായി തീർന്നു. तो जो रानी जो है वो लेके करने के समय देखते हैं कि वो आदमी जो है वो जल्दी भागता है और वो विजय प्राप्त करता है। പ്രിയമുള്ളവരെ, ആമേൻ ആ രാജ്ഞി തനിക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട രത്നത്തിലേക്ക് തന്റെ നോട്ടത്തെ തിരിച്ചപ്പോൾ जब देखिए वो जो रानी जो है वो उसका जो है जो उसको बहुत पसंद है उस मोती की और अपना दृष्टि लगाने के समय അവളുടെ വിരുദ് അവൾക്ക് നഷ്ടപ്പെടുവാനിടയായി തീർന്നു.
और तभी वो जो इनाम उनको मिलना था वो नष्ट हो गया। നമ്മുടെ ജീവിതത്തിലും പിശാച് ഇതുപോലുള്ള ചില വൈരങ്ങൾ രത്നങ്ങൾ കൊണ്ട് നമ്മുടെ മുൻപേ ഇടും. हमारे जीवन में परमेश्वर ऐसे जो है रत्नों को या फिर ऐसे जो है मोतियों को ऐसे रखेंगे। പിശാച് ഇങ്ങനെ കൊണ്ടിടുന്നത് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാനാണ്. और ऐसे ये शैतान करता है हमारा ध्यान हटाने के ഈ लिए। ലോകത്തിലുള്ള ചിലതെല്ലാം നമ്മുടെ മുൻപ് കൊണ്ടിട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കും. ये दुनिया की बातों को हमारे सामने रख के हमारा ध्यान भटकाएगा। നമ്മുടെ ലക്ഷ്യത്തെ അവൻ തെറ്റിക്കും. हमारे जो लक्ष्य है उसको गलत करेगा। എന്നാൽ നാം അവിടെ ഇവിടെയും നോക്കാതെ ഓടിയാൽ നിശ്ചയമായിട്ട് വിരുദ്ധ പ്രാപിക്കാൻ കഴിയും. परंतु हम जो यहाँ वहाँ नहीं भागते हुए अगर हम सही रीति से दौड़ेंगे तो हम वो इनाम को प्राप्त कर सकते हैं। പലപ്പോഴും ഓട്ടത്തിന് വേണ്ടി തയ്യാറായിട്ടാണ് കടന്നു വരുന്നത്. कई बार दौड़ के तैयार होके आते हैं, നമ്മൾ വലിയ സന്തോഷത്തോടുകൂടിയാണ് കടന്നു വരുന്നത്. हम बहुत आनंद से आते हैं, എന്നാൽ ചില സമയത്ത് പിശാച് നമ്മുടെ വിരുദിനെ തെറ്റിക്കും. परंतु कई समय जो है हम शैतान जो है हमारे नाम को गलत करता है। അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, प्रेरित पौलुस कहता है ഹവ്വയെ പിശാച് വഞ്ചിച്ചതുപോലെ हवा को जैसे जो है शैतान ने भरमाया അതുപോലെ നിങ്ങളെയും വഞ്ചിക്കും. वैसे हमें भरवाएगा। അതുകൊണ്ട് നിങ്ങൾ അവന്റെ വഞ്ചനയിൽ അകപ്പെടരുത്. इसलिए हम जो है उनके उसमें ना आए। അവൻ നമ്മെ തള്ളിയിടുവാൻ ശ്രമിക്കും. वो हमें धक्का देने की कोशिश करेंगे। ഈ ലോകത്തിലെ ചില സുഖങ്ങൾ കൊണ്ട് ഇട്ടുകൊണ്ട് वो जो है इस दुनिया के जो सुख विलास देते हैं, ഈ ലോകത്തിലെ ചില നന്മകൾ കൊണ്ട് ഇട്ടുകൊണ്ട് और इस जो है दुनिया की जो है बुराई की बात करते हैं, നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ ശ്രമിക്കും. वो हमारी जो है ध्यान को भटका सकते हैं। പക്ഷെ പൗലോസ് പറയുന്നു, ആ വിരുദിലേക്ക് നോക്കി ഓടുക. तो पौलुस कहता है कि उस इनाम की ओर देख के भागो। നമ്മൾ മുന്നിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ആ വിരുദ് പ്രാപിക്കാൻ കഴിയും. क्योंकि तुम जब आगे देखते हो तो तभी ही हम उस इनाम को प्राप्त कर सकते हैं। 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം വായിക്കുമ്പോൾ जब भी हम थेस्सलोनियंस का दूसरे पढ़ने के समय അവിടെ നമ്മൾ കാണുന്നു, രണ്ടാമത് കർത്താവിന്റെ വരവിനായി നമ്മൾ മുന്നോട്ട് നോക്കുക. वहाँ पे हम देखते हैं कि मसीह के आगमन के लिए हम तैयार रहना है, उसकी ओर देखना है। കാരണം നമ്മുടെ പ്രത്യാശ എന്താ? क्योंकि हमारी आशा क्या है? ഈ ലോകത്തിലെ എന്തെങ്കിലും നേടുവാനാണോ? इन्हें कुछ बात प्राप्त करने के लिए ഇല്ല, കർത്താവിന്റെ വരവിന് വേണ്ടിയാ. नहीं, परमेश्वर के आगमन के बारे में। ഇപ്പൊ കർത്താവിന്റെ വരവിന് വേണ്ടിയാണെങ്കിൽ നമ്മുടെ നോട്ടം മുന്നോട്ട് തന്നെ ആയിത്തീരണം. तो परमेश्वर के आगमन के बारे में है तो हमारा जो दृष्टि है उनकी ओर होनी चाहिए। കാരണം അങ്ങും ഇങ്ങും നോക്കിയാൽ നമുക്ക് ബിരുദ പ്രാപിക്കാൻ കഴിയത്തില്ല. कि अगर हम यहाँ देखेंगे तो हमें वो नहीं मिलेगा, എന്നാൽ മുന്നിലോട്ട് നോക്കി നമുക്ക് ആ ബിരുദ പ്രാപിപ്പാൻ വേണ്ടി ഓടാം. परंतु हम आगे देख के उस दृष्टि को आगे रख के हम भागे। അടുത്ത് പറയുന്നത് നാം താഴോട്ടൊന്ന് നോക്കണം. अगर बोलते हैं कि हमें नीचे देखना है, പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മൾ മുകളിലോട്ടും മുൻപിലോട്ടും നോക്കും, പക്ഷെ ഇടയ്ക്ക് നമ്മൾ താഴോട്ടൊന്ന് നോക്കണം. तो हम जो है कभी आगे देखते हैं या ऊपर देखते हैं, हमें नीचे भी देखना चाहिए। കാരണം പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, താഴെ കർത്താവിന്റെ ശാശ്വത കരങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. क्योंकि हम निर्गम किताब 1905 से पढ़ने से वहाँ पे लिखा है कि परमेश्वर का जो हाथ है वो नीचे है। കർത്താവ് നമ്മെ താങ്ങി നടത്തുന്നത് കാണുവാൻ കഴിയും. परमेश्वर हमें जो संभालते हैं हम देख सकते हैं। ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നു, നിങ്ങളെ ഞാൻ എന്റെ കരത്തിൽ വഹിച്ചു. इस्राएल लोगों से कहते हैं कि मैं तुम्हारे अपने हाथों में रखा है, എന്റെ ഭുജത്താൽ ഞാൻ നിങ്ങളെ താങ്ങി. मैंने तुम्हें जो संभाला है। നിങ്ങളെ ഞാൻ നടത്തിക്കൊണ്ടുവന്ന വിധങ്ങൾ നിങ്ങൾ മറക്കരുത്. चला के लेके और रास्ता तुम भूलना नहीं। നോക്കിയേ, കർത്താവ് അവരെ താങ്ങി നടത്തിയത്. कितना जो है परमेश्वर उन्हें संभाल रहे हैं। യെശയ്യാവ് പറയുന്നു, അവൻ നമ്മെ തന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുക. यशायाह कहता है कि उसने अपने हथेली में हमें बनाया। നമ്മൾ നിൽക്കുന്ന സ്ഥലം ഒന്ന് താഴോട്ട് നോക്കണം. हम जहाँ खड़े हैं नीचे देखना चाहिए। കാരണം താഴോട്ട് നമ്മളൊന്ന് നോക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് നമ്മെ എങ്ങനെയാണ് താങ്ങി നടത്തുന്നത്. तो अगर हमें देखते हैं तभी हमको पता चलेगा कि परमेश्वर कैसे हमें संभाल के चलाते हैं। നമ്മൾ താഴോട്ട് അടുത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ तो आगे अगर हम नीचे देखेंगे तो പാതാളം കർത്താവ് തോൽപ്പിക്കപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. वहाँ पे लिखा है कि नरक जो परमेश्वर ने हरा दिया है, പാതാളത്തെ കർത്താവ് തോൽപ്പിച്ചു. पाताल को परमेश्वर ने हराया है। ദൈവവചനം പറയുന്നു, മരണത്തെയും പാതാളത്തെയും അവൻ തോൽപ്പിച്ചു. परमेश्वर का वचन कहता है कि यीशु ने जो है पाताल और जो है मृत्यु को हरा दिया है। നമ്മുടെ മുൻപേ പാതാളം തോറ്റുപോയതാണ്. हमारे सामने पाताल हार गया है, കർത്താവ് അതിൽ വിജയം നേടിയതാണ്. तो जो है मसीह से विजय प्राप्त किया है। അതുകൊണ്ട് താഴോട്ടൊന്ന് നോക്കുമ്പോൾ जैसे नीचे देखेंगे तो കർത്താവിന്റെ കരം കാണുവാൻ കഴിയും. तो हम देखते हैं कि परमेश्वर का हाथ को हम देख सकते हैं, പാതാളം തോൽപ്പിക്കപ്പെട്ടത് നമുക്ക് കാണുവാൻ കഴിയും. पाताल हराया हुआ हम देख सकते हैं। അത് നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. हम कुछ नहीं कर पाएंगे, കാരണം വിജയം നേടിയ കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. क्योंकि जो विजय मिला वो परमेश्वर हमारे साथ है। പ്രൈസ് ദി ലോർഡ്. അടുത്ത് നമ്മൾ കാണുന്നത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം
अगर हम देख सकते हैं कि पहला कोरिन्थियों को दिखाओ ആമേ 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ उसका 11 का 28 पढ़ने के समय നമുക്കെല്ലാം സുപരിചിതമായ വാക്യമാണ്. हम सब जानने वाले वचन हैं, നമ്മൾ മിക്കവാറും വായിക്കുന്ന വാക്യമാണ്. हम पढ़ने वाले वचन മാസത്തിൽ ഒരിക്കലെങ്കിലും അത് വായിക്കാറുണ്ട്. महीने में एक बार तो हम उसे पढ़ते हैं. ആമേൻ. അത് അവിടെ പറയുന്നത് നമ്മൾ ഉള്ളിലോട്ടൊന്ന് നോക്കുക. वहां पे लिखा है कि हमें अंदर भी देखना है, നമ്മുടെ ഉള്ളിലോട്ടൊന്ന് നോക്കുക. अपने आप को जांचना है. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യുക. मनुष्य अपने आप को जांचना है, ആമേൻ. തന്നെത്താനൊന്ന് പരിശോധിക്കുക. अपने आप को जांचना है. ഇന്ന് ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. तो आज ये जो है सबसे मुश्किल वाला बात है. ആമേൻ. ഏറ്റവും ബുദ്ധിമുട്ട് എന്താ? തന്നെ ഒന്ന് പരിശോധിക്കാൻ ബുദ്ധിമുട്ടാണ്. सबसे मुश्किल वाला बात है अपने आप को जांचना मुश्किल है. നമ്മുടെ കണ്ണ് हमारी आंखें ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും കാണാൻ കഴിയും. ये दुनिया की सारी वस्तु को देख पाएगी. ആമേൻ. നമ്മുടെ മുൻപ് എന്തുണ്ടായിരുന്നാലും നമുക്കത് കാണാൻ കഴിയും. हमारे सामने कुछ भी रहेगा हम देख सकते हैं. ദൂരെയുള്ള വസ്തുവിനെ കാണാം, അടുത്തുള്ള വസ്തുവിനെ കാണാം. दूर की चीजें भी देख सकते हैं, पास की चीजें भी देख सकते हैं. എന്നാൽ ഈ കണ്ണിനകത്ത് ഒരു കരട് പോയാൽ അതിനെ കാണാൻ ആ കണ്ണിന് കഴിയത്തില്ല. परंतु हमारे आंखों में कुछ जो है जाता है हम उसको देख नहीं पाते हैं. നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ളവരെ ആശ്രയിക്കും. हमारे आंखों में कुछ गिरा तो हम दूसरों को आशा रखते हैं, ഇല്ലെങ്കിൽ നമ്മൾ കണ്ണാടി എടുത്ത് നോക്കും. या हम जो आईना रख के देखते हैं. എന്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല? क्यों हम नहीं देख पा रहे हैं? അത് നമ്മുടെ കണ്ണിനകത്താ വീണത്. वो हमारे आंख के नीचे गिरा है. ഈ കണ്ണുകൊണ്ട് നമുക്ക് എല്ലാം കാണാൻ കഴിയും, या आंख से हम सब कुछ देख सकते हैं, പക്ഷെ കണ്ണിനകത്ത് വീണത് കാണാൻ പറ്റത്തില്ല. परंतु आंख के अंदर की बात हम देख नहीं सकते. അതിന് നമ്മൾ കണ്ണാടിയെ ആശ്രയിക്കുന്നു. इसके लिए हम जो है एक आईना रखते हैं. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കാണണമെങ്കിൽ നമുക്ക് ദൈവവചനം എന്ന കണ്ണാടിയെ ആശ്രയിക്കേണ്ടി വരും. हमारे जिंदगी के जो है कमी घटी को किया हुआ उस आईने को हमें देखना है. അതുകൊണ്ടാണ് ഇവിടെ വചനം പറയുന്നത് തന്നെത്താൻ ശോധന ചെയ്യുക. इसलिए वचन लिखा है कि अपने आप को जांचो. നമ്മൾ മറ്റുള്ളവരെല്ലാം ശോധന ചെയ്യാറുണ്ട്. हम बाकी लोग सब जांचते हैं. പ്രൈസ് ദി ലോർഡ്. ലെൻസ് വെച്ച് നമ്മൾ സൂക്ഷിച്ചു നോക്കും. हम लेंस रख के हम ध्यान से देखते हैं എന്തൊക്കെ ഉണ്ടെന്ന്, क्या है गलती. ഏതൊക്കെ കുറവ് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന്. गलती हम ढूंढ सकते हैं. നമ്മുടെ കുറവ് കണ്ടുപിടിക്കാറുണ്ടോ? क्या हमारी गलती हम ढूंढते हैं? നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാറുണ്ടോ? क्या अपने आप को हम जांचते हैं? ഈ ലോകത്തിലെ എല്ലാവരുടെ കുറവുകളും നമ്മൾ കാണുന്നുണ്ട്. इस दुनिया के सभी लोग का हम देखते हैं, എന്നാൽ സ്വന്തം കുറവ് കാണുന്നുണ്ടോ? उसके खुद का देखते हैं. നാം നമ്മുടെ കുറവുകളെ കണ്ടുപിടിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാഗൽഭ്യമുള്ളവരായി തീരുന്നത്. हम हमारा अगर देखेंगे तो ही हम इस दुनिया में थोड़ा आगे बढ़ते हैं. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് इसलिए वन संगीता कहता है മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമെന്ന്. गुप्त पापों को बाहर निकाल के मुझे साफ कर करके. എന്റെ ഉള്ളിലുള്ള പാപങ്ങൾ, मेरे अंदर जो पाप है, എന്റെ ബാല്യകാല പാപങ്ങൾ, मैं जब बचपन में किया हुआ पाप, കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചെയ്ത പാപങ്ങൾ, पिछले दिनों में हमने किया हुआ पाप, അറിഞ്ഞും അറിയാതെയും എന്റെ ജീവിതത്തിൽ കടന്നു വന്ന പാപങ്ങൾ, जो है बिना सोच समझे मेरे जीवन में आया हुआ पाप, അതെല്ലാം ഒന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് നാം എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്. तो वो जो है ठीक से देना करके हम कितने प्रार्थना करते हैं. ദൈവമേ എന്റെ കുറവുകളെ എനിക്ക് വെളിപ്പെടുത്തി തരണം. हमेशा हमारे जो कमी घटी को हमें बताए कि दीजिए. എന്റെ ജീവിതത്തിൽ വന്നതായ കുറവുകൾ, ആമേൻ, കുറ്റങ്ങൾ, പാപങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണം. मेरे जीवन में आया हुआ जो समस्या या फिर जो पाप है या फिर जो गलतियां हैं मुझे बताइए. അവയിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണം. उनसे मुझे जो है शुद्ध करिए. നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? हम कितने प्रार्थना करते हैं. എന്റെ ദൈവവചനം പറയുന്നു, परमेश्वर वचन कहता है ആമേൻ, ഉള്ളിലേക്ക് നോക്കുക. तुम जो है अंदर देखिए, ആമേൻ, നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുക. अपने हृदय के अंदर देखिए. എന്റെ കുറവുകൾ, मेरा जो कमी, ഞാൻ ചെയ്ത പാപങ്ങൾ, मेरे क्या पाप, എന്റെ വാക്കിനാൽ, मेरे शब्दों से എന്റെ നോട്ടത്തിനാൽ, या नजरों से എന്റെ പ്രവർത്തികളാൽ, या कामों से എന്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ मेरी जिंदगी में आया हुआ कमी घटी. നമുക്കതൊന്ന് പരിശോധിക്കാൻ കഴിയുന്നുണ്ടോ? हम क्या उसको जांच कर पा रहे നമ്മെ हैं? ശോധന ചെയ്യാൻ കഴിയുന്നുണ്ടോ? हम क्या उसको जांच कर पा നമ്മൾ रहे हैं? മറ്റുള്ളവരുടെ കുറവുകളെല്ലാം കാണും. हम बस दूसरे गलती सब देखेंगे. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, तो कारण क्या है करके पूछेंगे तो ആമേൻ, നാം നമ്മെ തന്നെ പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല. हम जो अपने आप को जो है तैयार नहीं ഈ करते. വർഷത്തിന്റെ അവസാന ദിവസമായ ഇന്ന് പകൽക്കാലം, तो इस दुनिया ये जो है इसके साल के आखिरी दिन में ആമേൻ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. हम अपने आप को जो है जो परखे, നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കാം. हम अंदर के हम देखें ആമേൻ, ദൈവത്തിന് വിരോധമായി ചെയ്തത്, परमेश्वर के विरोध क्या हुआ काम, മറ്റുള്ളവർക്ക് വിരോധമായി ചെയ്തത്. दूसरे के विरोध क्या हुआ काम. കാരണം ദൈവവചനം പറയുന്നു, परमेश्वर वचन कहता है ദൈവ മക്കൾക്ക് വിരോധമായി ചെയ്യുന്നത്, परमेश्वर के वचन के विरोध जो करते हैं, ദൈവ പൈതലിന് വിരോധമായി ചെയ്യുന്നത്, परमेश्वर के बच्चे के विरोध जो करते ഒരു हैं, ദൈവ പൈതലിന്റെ വിരോധമായി സംസാരിക്കുന്നത്, परमेश्वर के बात भी करते हैं, അത് കർത്താവിന് വിരോധമായ സംസാരിക്കുന്നത്, तो परमेश्वर के विरोध वाला बात है, അത് കർത്താവിന് വിരോധമായ ചെയ്യുന്നത്. तो परमेश्वर के विरोध में हम कर रहे हैं. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, इसीलिए दाऊद कहता है നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു.
तुम्हारे विरोधी मैंने पाप किया है, നിനക്ക് വിരോധമായിട്ടാണ് ഞാൻ പാപം ചെയ്തത്. तुम्हारे विरोधी मैंने पाप किया है. ഞാൻ ചെയ്തത് ഒരു മനുഷ്യനോടാണെങ്കിലും मैंने चाहे ये पाप जो मनुष्य से किया है, എന്നാൽ നിന്നോടാണ് ചെയ്തത്. परंतु मैंने तुमसे किया है. അതുകൊണ്ടാണ് കർത്താവ് പൗലോസോട് ചോദിച്ചത്, इसीलिए परमेश्वर ने जो है पौलुस को पूछा, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? शाऊल शाऊल तू मुझे क्यों सताता है? ശൗൽ ആരെയാണ് ഉപദ്രവിച്ചത്? शाऊल किसको सताया है? ദൈവമക്കളെ ഉപദ്രവിച്ചത്. परमेश्वर के लोगों को सताया है. ദൈവം പറയുന്നു നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. परंतु परमेश्वर कहता है तुम मुझे सता रहे हो. ശൗല് പറയാ എനിക്ക് അറിയത്തില്ല നീ ആരെന്ന്. शाऊल कहता मुझे नहीं पता तुम कौन हो, ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടില്ല. मैं तुम्हें नहीं सताया हूँ, നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. तुम मुझे सता रहे हो. ഒരു ദൈവ പൈതലിന് വിരോധമായി സംസാരിക്കുന്നത്, तो जो है एक परमेश्वर के बच्चे के विरोध बात ഒരു करना, ദൈവദാസന് വിരോധമായി സംസാരിക്കുന്നത് परमेश्वर के दास के विरोध बात करना, ദൈവത്തിന് വിരോധമായിട്ടാണ് സംസാരിക്കുന്നത്. परमेश्वर के विरोध बात जैसे है. അതുകൊണ്ടാ ദാവീദ് പറയുന്നത്, दाऊद कहता है, ആമേൻ എന്റെ ഉള്ളിലെ ആമേൻ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ, मेरे अंदर का पापों को जो है जांच के उसको शुद्ध करिएगा, എന്നെ നന്നായി കഴുകണമേ. मुझे अच्छे से धो ले. ഇന്ന് പകൽക്കാലം നമുക്ക് പറയാൻ കഴിയുമോ? क्या हम बोल पाएंगे? നമ്മൾ അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുക. हम अगले साल में जाने वाले हैं. ആമേൻ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ जो हम एक नया साल में प्रवेश करने के समय ഒരു പുതു വ്യക്തിയായിട്ട് പ്രവേശിക്കാം. हम एक नए व्यक्ति से प्रवेश करते हैं. ആമേൻ ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ വന്നത് तो अभी तक जो हमारी जिंदगी में आया था ഇനി വരാതിരിക്കുവാൻ वो अभी और नहीं आने के लिए ഞാൻ മറ്റുള്ളവരുടെ കുറവുകൾ നോക്കത്തില്ല. मैं दूसरों का जो है कमी घटी को नहीं देखूंगा. അവരെ നിർത്തിയിരിക്കുന്നത് ദൈവമാണ്. उनको खड़ा किया परमेश्वर. ആമേൻ അവരിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ उनमें जो है कुछ भी अगर कमी घटी है तो സൗമ്യമായി അവരോട് തന്നെ നമുക്ക് പറയാം. हम जो है उनको ही बोल सकते हैं. അതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. तो वही परमेश्वर की व्यवस्था. നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. तो हम जो अपने आप को जांचे, നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കാം. अपने आप को देखें, ആമേൻ പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുറവുകളെ കണ്ടുപിടിക്കാം. हमारे कमी घटिया को हम ढूंढे. കാരണം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം पहला कोरिन्थियों की किताब ആമേൻ അതിന്റെ ആമേൻ 15-ാം അധ്യായം उसको 15 अध्याय ആമേൻ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുന്നത്, वहाँ पढ़ने से मैं ऐसा लिखा है, ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ ഉള്ളിലുള്ള കുറവുകൾ, നമ്മുടെ കുറവുകളെ ഒന്ന് പരിശോധിക്കുക. वहाँ पे लिखा है कि हमारे अंदर जो कमी घटी है उसको थोड़ा परखना है. ആമേൻ നമ്മൾ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുക. हम अपने आप को जो है जांचना है. പൗലോസ് അത് പരിശോധിച്ചു. पौलुस वो किया. ആമേൻ താൻ ഒന്ന് തന്നെ തന്നെ പരിശോധിച്ചപ്പോൾ जब ऐसा अपने को जांचने के समय താൻ ഇങ്ങനെ പറയുന്നു, पौलुस ने कहा, എല്ലാവർക്കും ഒടുവിൽ सब कुछ होने के बाद ആമേൻ അകാല പ്രജ പോലെയുള്ള എനിക്കും ആ ദൈവം പ്രത്യക്ഷനായി. वो जो परमेश्वर मुझे भी जो है प्रकट हुए हैं, ആമേൻ അവൻ എനിക്ക് വെളിപ്പെട്ടു. वो मेरे सामने भी आए हैं. കാരണം ആമേൻ ഞാൻ അത് പ്രാപിക്കുവാനുള്ള യോഗ്യനല്ലായിരുന്നു. क्योंकि मैं जो है वो प्राप्त करने के योग्य नहीं था. ആ അത്രത്തോളം കുറവുകൾ ഉള്ളവനായിരുന്നു. उतना जो है कमी घटी था. കാരണം അവൻ പറയുന്നു ഞാൻ ദൈവമക്കളെ ഉപദ്രവിച്ചവനാണ്. तो कहता है कि परमेश्वर के बच्चे को जो है वो सताया हुआ है. പൗലോസ് വ്യക്തിപരമായാണ് ഉപദ്രവിച്ചത്. तो पौलुस जो है व्यक्तिगत रीति से किया है. നമ്മൾ ഒന്ന് അനേകരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. आज भी हम कई लोगों को कर रहे हैं ऐसा. നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട് പലരെയും നമ്മൾ ഉപദ്രവിക്കുക. हमारे जो है शब्दों से, हमारे कार्यों से लोगों को जो हम कर रहे हैं. ദൈവവചനം പറയുന്നത്, वचन कहता है നമ്മുടെ കുറവുകളെ ഒന്ന് പരിശോധിക്കുക. हमारे कमी घटी को जांचना है, അത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. परमेश्वर के चरण में हमें देना है. അതിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കുക. उससे छुटकारा प्राप्त करना है. നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കാം. हमारे अंदर हमें देखना है. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ അറിയുന്ന കർത്താവ്. हमारे जो है अंदर जो होता है वो बातों को जानने वाला മനുഷ്യൻ മുഖാമുഖം കാണുമ്പോൾ परमेश्वर जो है मुंह देने समय, मनुष्य जो है मुंह देने के समय ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യും. परमेश्वर हृदय को देखता है. ഇന്ന് പകൽക്കാലം നമുക്ക് ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. आज सुबह के समय परमेश्वर के चरण में हाथ में समर्पण करते हैं. പത്രോസ് പറയുന്ന സകലതും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായിരിക്കുന്നു. पतरस कहता है कि जो है उनके सामने सब कुछ नंगा और खुला है. ഒന്നും മറച്ചു വെക്കാൻ കഴിയത്തില്ല. कुछ भी नहीं भूल सकते हैं. ഈ ലോകത്തിൽ നമുക്ക് എല്ലാവരെയും മറച്ചു വെക്കാം. इसलिए हम कुछ भी चीजें जो छुपा सकते हैं, പക്ഷെ ദൈവത്തെ മറയ്ക്കാൻ പറ്റത്തില്ല. परंतु परमेश्वर नहीं छुपा सकते हैं. ഭർത്താവിനെ മറയ്ക്കാം, जो है पति से छुपा सकते हैं, ഭാര്യയെ മറയ്ക്കാം, पत्नी से छुपा सकते हैं, മക്കളെ മറയ്ക്കാം, बच्चे से छुपा सकते हैं, മാതാപിതാക്കളെ മറയ്ക്കാം, माता पिता से बचा सकते हैं, ഭാഷയെ മറയ്ക്കാം, भाषा को बचा सकते हैं, സകവിശ്വാസിയെ മറയ്ക്കാം, जो विश्वासी से बच सकते हैं. സകല മനുഷ്യരെയും മറയ്ക്കാൻ കഴിയും. सभी लोगों को जो है तुम बुला सकते हो, പക്ഷെ ദൈവത്തെ മറയ്ക്കാൻ പറ്റത്തില്ല. परंतु परमेश्वर से नहीं कर सकते. ദൈവസന്നിധിയിൽ നമുക്കൊന്നും ഒളിച്ചു വെക്കാൻ കഴിയത്തില്ല. परमेश्वर के सामने तुम कुछ नहीं छुपा सकते हो. ആ ദൈവസന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. वो परमेश्वर के चरण में हम വചനം പറയുന്നു, वचन कहता है നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ള ഓരോ വിചാരങ്ങളെയും അറിയുന്ന ദൈവം. हमारे हृदय के अंदर जो है हमारे विचारों को जो समझने वाला है. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നു എന്ന് വ്യക്തമായിട്ട് അറിയുന്ന ദൈവം. हमें बैठने के समय हम क्या सोच रहे करके जो है हम देखते हैं. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. उस परमेश्वर को हम आराधना करते हैं. അടുത്ത ദൈവവചനം പറയുന്നു,
अगला मनुष्य क्वेश्चन कहता है നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കണം, हमारे आजू-बाजू देखिए, നമ്മുടെ ചുറ്റിലേക്ക് ഒന്ന് നോക്കണം. हमारे आजू-बाजू देखिए, ആമേൻ. നമ്മുടെ ചുറ്റുപാടുമുള്ള അവസ്ഥകളെ ഒന്ന് നോക്കണം. हमारे जो आजू-बाजू देखिए वो अवस्था कैसा है. ആമേൻ. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം വായിക്കുമ്പോൾ मत्ती 24 हम पढ़ने के समय അവിടെ 32 വാക്യത്തിൽ പറയുന്നു, उसमें जो 31 आयत में लिखा है, ആമേൻ, നിങ്ങൾ ചുറ്റിലും ഒന്ന് നോക്കുമ്പോൾ तुम अगर आजू-बाजू देखेंगे तो ഒരു കാര്യം കാണാൻ കഴിയും, तुम देख सकते हो അത്തി തളിർത്തിരിക്കുന്നു. जो है खेत पके हुए हैं, ആമേൻ. അത്തി തളിർത്തിരിക്കുന്നു. 5. जो है खेत पके हुए ആമേൻ. हैं. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ, നിങ്ങൾ ആമേൻ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ വീണ്ടെടുപ്പിന്റെ ആമേൻ ദിവസത്തെ നിങ്ങൾ മനസ്സിലാക്കുക. तो इसीलिए तुम्हारे जो छुटकारा दिन है तुम वो समझ कर रखो. ആമേൻ. അത്തി തളിർക്കുമ്പോൾ जब वो जो है हम देखते समय आने पर, അതിന്റെ കൊമ്പുകൾ ഇളതാകുമ്പോൾ, वो ग्रीष्म काल आने के समय, അതെ, വേനൽക്കാലം വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. तो जो अंजीर का पेड़ से यह दृष्टांत सीखता है कि उसकी डाली को मल हो जाती है, पत्ते निकल लगते हैं, तो ग्रीष्म काल निकट है. അതെ, പ്രൈസ് ദി ലോർഡ്. അത്തി തളിർത്ത് കഴിഞ്ഞു. हाँ, वो जो है डाली का मेल हो जाती है. അതെ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത് കഴിഞ്ഞു. तो हमारे परमेश्वर का जो है आने का एकदम അപ്പൊ निकट. നമ്മൾ എന്താ ചെയ്യേണ്ടത്? हमें क्या करना है? योना का खुशबू. ചെല്ലുമ്പോൾ उसका 35 आयत में हम पढ़ते हैं, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, परमेश्वर यीशु मसीह ऐसा कहता है, ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. अभी तुमको पता है कि 4 दिन बाद जो है वो कटाई होने वाली है. ആമേൻ. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ तुम अगर ऊपर देखोगे ആമേൻ, ഇപ്പോൾ തന്നെ കൊയ്ത്തിനായി വിളഞ്ഞിരിക്കുന്നത് ആമേൻ വെളുത്തിരിക്കുന്നത് കാണുവാൻ കഴിയും. तो अगर अपनी आंखें उठाकर खेतों पर दृष्टि डालो कि वे कटने के लिए पक चुके हैं, ആമേൻ. എല്ലാം ഒരുങ്ങിയിരിക്കുക. सब कुछ तैयार നമ്മുടെ है. ചുറ്റുപാട് ഒന്ന് നോക്കിയേ. हम जरा देखिए, അനേകം വയലുകൾ ഇന്ന് വിളഞ്ഞിരിക്കുക. यहाँ पर कई सारे जो है सब कुछ पके हुए. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നു, കൊയ്ത്തിനായി യജമാനനോട് ആമേൻ ആമേൻ കൊയ്ത്തിനുള്ള ആൾക്കാരെ കൂട്ടുവാൻ പ്രാർത്ഥിക്കാം. इसीलिए यहाँ पे ये परमेश्वर कहता है कि जो है खेत पके हुए हैं, कटाई के लोगों को इकट्ठा करना है. അതെ, പ്രൈസലോട്. കൊയ്യുവാൻ ആളില്ലാതെ വിളഞ്ഞു കിടക്കുന്ന വയലുകൾ. कटाई के लोग नहीं है, लेकिन खेत जो पके हो रहे हैं. അതുകൊണ്ട് പ്രൈസലോ കൊയ്ത്തിനായി ആളുകളെ കൂട്ടുവാനുള്ള ആഹ്വാനം കർത്താവ് തരുന്നുണ്ട്. इसीलिए लोगों को इकट्ठा करने के लिए परमेश्वर जो दे रहे हैं. ചുറ്റുപാട് നോക്കുമ്പോൾ കർത്താവിന്റെ ആമേൻ വരവിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. पांचवें देखने समय जो परमेश्वर के जो है आने का जो हम देख सकते हैं. ആമേൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആമേൻ നമുക്ക് ചുറ്റുപാട് ഒന്ന് നോക്കി ആമേൻ മുന്നേറാം. तो इसलिए हम जो आज सब देखें और हम आगे बढ़े. ആമേൻ. ഒന്ന് ആമേൻ പ്രൈസലോട് തിരിഞ്ഞു നോക്കുക. तो हम जो है जरा देखिए पीछे मुड़ के. ആമേൻ. ഒന്ന് ആമേൻ അടുത്ത് മുകളിലേക്ക് നോക്കുക. हम जो है थोड़ा ऊपर देखिए. മുകളിൽ നോക്കുമ്പോൾ എന്താ കാണാൻ കഴിയുന്നത്? ऊपर देखिए तो क्या पता चलेगा? ആമേൻ. സ്തേഫാനോസ് മുകളിലോട്ടൊന്ന് നോക്കി. जब स्तेफानोस ऊपर देखा था, ആമേൻ. മുകളിൽ നോക്കിയപ്പോൾ യേശു ക്രിസ്തുവിനെ കാണുവാനിടയായി. ऊपर देखने से वो यीशु मसीह को देख पाया. യേശു ക്രിസ്തു അവനെ എതിരേൽക്കാൻ നിൽക്കുന്നതായിട്ട് അവൻ കാണുവാനിടയായി. यीशु मसीह उसको जो है स्वीकार करने खड़े से देख पाया. അതെ, ഒരു ഭക്തന്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവ് എഴുന്നേൽക്കുന്നു. हर एक व्यक्ति के जीवन में जब कष्ट आने से परमेश्वर खड़े हो जाते हैं. അതാ ദൈവവചനം പറയുന്നത്. वही परमेश्वर का वचन कहता है. ദൈവം എഴുന്നേൽക്കുന്നു, जब परमेश्वर खड़े हो जाते हैं ശത്രുക്കൾ ചിതറിപ്പോകുന്നു. तब शत्रु तितर बितर होता है. ആമേൻ. ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ जब जीवन में जो कष्ट आने के समय ആമേൻ മുകളിലോട്ടാ നോക്കേണ്ടത്. तो हमें ऊपर देखना है, മനുഷ്യരെ അല്ല നോക്കേണ്ടത്. मनुष्य को नहीं देखना है. ജീവിതത്തിലെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ हम जब देखते प्रश्न आने के समय, മനുഷ്യരെ നോക്കിയാൽ ലജ്ജിച്ചു പോകും. हम अगर मनुष्य को देखेंगे हम लज्जा हो जाएंगे. എന്നാൽ ദൈവത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി വെക്കുമ്പോൾ लेकिन हम मनुष्य की ओर अपनी दृष्टि रखेंगे, നാം ഒരിക്കലും ലജ്ജിക്കത്തില്ല. हम कभी लज्जित नहीं होंगे, നാം പ്രകാശമുള്ളവരായി തീരും. हम प्रकाशित हो जाएंगे. ആമേൻ. ദൈവം അബ്രഹാമിനെ വിളിച്ചു. परमेश्वर ने अब्राहम को पुकारा, ആമേൻ. പുറത്തു കൊണ്ടുവന്നു. बाहर निकाले, അവനോട് പറഞ്ഞു മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു. उनका ऊपर देखिए. ആമേൻ. ആമേൻ. പ്രൈസലോട്. ഉൽപ്പത്തി പുസ്തകം 15:5 വായിക്കുമ്പോൾ उत्पत्ति किताब 15 का 5 पढ़ने समय ആമേൻ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു മുകളിലോട്ട് നോക്കാനാ പറഞ്ഞു. परमेश्वर अब्राहम से कहा कि ऊपर देखो. നീ ഇന്ന് വരെയും താഴോട്ട് നോക്കിയെങ്കിൽ वो अभी तक नीचे देखा था, ഇപ്പൊ നീ മുകളിലോട്ട് നോക്കുക. तुम ऊपर देखो. എന്താ കാണുന്നേ? क्या देख सकते हो? അനേക നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി തിളങ്ങുന്നു. कई सारे जो है तारे जो चमक रहे हैं. ആമേൻ. അത് കണ്ടിട്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, उनको देख के अब्राहम ने कहा, ഇതുപോലെ നിന്റെ മക്കളെയും ഞാൻ തിളങ്ങുന്നവരാക്കി തീർക്കും. तुम्हारे बच्चों को भी मैं ऐसे ही बड़ा हुआ करके, നിന്റെ മക്കളെ ഇതുപോലെ ഞാൻ പ്രകാശമുള്ളവരാക്കി തീർക്കും. तुम्हारे बच्चों को भी ऐसे प्रकाशित करूंगा. ആമേൻ. നക്ഷത്രങ്ങളെ പോലെ അവർ ശോഭിക്കും. जो है इस तारों के समान वो जो है शोभावन होगा. നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്ന മക്കളെ ഞാൻ നിനക്ക് തരും. तारों से चमकने वाले बच्चों को दूंगा. നിനക്ക് എണ്ണാൻ കഴിയാത്ത ഒരു സംഖ്യ ഞാൻ നിനക്ക് തരും. तुम गिन नहीं सकते ऐसा एक संख्या में दूंगा. അതെ, ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണോ? आज तुम्हारे जीवन में कुछ नहीं ऐसा अवस्था है, ആമേൻ. നിനക്ക് എണ്ണുവാൻ കഴിയാത്തിടത്തോളം
तुम गिन नहीं सकते हो ऐसा, ആമേൻ. നിനക്ക് ചിന്തിക്കുവാൻ കഴിയാത്തിടത്തോളം तुम सोच नहीं सकते हो ऐसा, ഞാൻ നിന്നെ നിറയ്ക്കുവാൻ ശക്തനാ. मैं तुम्हें जो भर सकता हूँ. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. आंखों को बंद करें ആമേൻ. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. और मनुष्य के हाथ में दे. നമുക്ക് ഒന്ന് ആമേൻ മുകളിലോട്ടൊന്ന് നോക്കാം. हम जरा ऊपर देखें. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. मनुष्य जो हमारे तैयार है. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, अब्राहम से कहा, നക്ഷത്രങ്ങളെ പോലെ മക്കളെ തരും. जो है तारों से परमेश्वर बच्चे. ഇന്ന് നിനക്ക് മക്കളില്ല എന്ന ഭാരമാണോ? अगर आज तुम मुझे बच्चे नहीं करके तुम अगर നിനക്ക് ഒരു കുഞ്ഞു പോലും ഇല്ല എന്ന് നീ വിഷമിച്ചിരിക്കുകയാണോ? एक बच्चा भी नहीं करके तुम उदास में हो. നക്ഷത്രങ്ങളെ പോലെ തിളക്കമുള്ള എണ്ണാൻ കഴിയാത്ത മക്കളെ ഞാൻ നിനക്ക് നൽകും. तारे के समान चमकने जैसा बच्चों को दूंगा. നീ ഒരു മകന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ एक बेटे के लिए सोचते हो ഞാൻ ഒരു മകനെ അല്ല തരാൻ ആഗ്രഹിക്കുന്നത്. तो मैं जो एक बेटा नहीं देना चाहता हूँ, നിനക്ക് വലിയൊരു സംഖ്യ ഒരു കൂട്ടത്തെ തരാൻ ആഗ്രഹിക്കുന്നു. बड़ा एक संख्या देना चाहता हूँ, एक भीड़ देना चाहता हूँ. ഇന്ന് നീ ഒരു വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. एक विषय में प्रार्थना कर रहे हो. കർത്താവ് ഒന്നെങ്കിലും ലഭിച്ചാൽ മതിയെന്ന് നീ ആഗ്രഹിക്കുന്നു. तुम जो प्रार्थना करते हैं कि परमेश्वर एक तो दे दो करके. ദൈവം പറയുന്നു ഒന്നല്ല, विश्वासन कहता है ഒന്നിലധികം. एक नहीं, നീ उससे ज्यादा. ചിന്തിക്കുന്നതിനേക്കാളും അധികം तू सोचता है उससे भी ज्यादा अधिक. തരുവാൻ ഞാൻ ശക്തനാ. वो देने के लिए मैं जो है कर सकता हूँ. ആമേൻ. നീ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? तो आज आप जो दे सकते हो, ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. अब जो है हम परमेश्वर चरणों में अपने को समर्पण. ആമേൻ. ഒന്ന് തിരിഞ്ഞു നോക്കുക. हम पीछे मुड़ के देखते हैं, ആമേൻ. മുന്നോട്ട് നോക്കുക. हम आगे देखते हैं, ആമേൻ. താഴോട്ട് നോക്കുക. हम जो है नीचे देखते हैं, ഉള്ളിലോട്ടൊന്ന് നോക്കുക. अंदर देखते हैं, ഇവിടെ ചുറ്റുപാടും ഒന്ന് നോക്കുക. हम आजू बाजू देखते हैं, മുകളിലോട്ട് നോക്കുക. ऊपर देखते हैं. കർത്താവ് നമുക്ക് വേണ്ടി ഇതാ കടന്നു വരുന്നു. परमेश्वर हमारे लिए आ रहे हैं. ആമേൻ. അവൻ നമ്മെ വീണ്ടെടുക്കുവാൻ കടന്നു വരുന്നു. वो हमें जो है छुटकारा देने के लिए आ रहे हैं. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? तो हम जो क्या सुबह से परमेश्वर चरणों में समर्पण कर सकते हैं. പിശാച് നമ്മുടെ മുമ്പ് കൊണ്ടിടുന്നതായ വിഷയങ്ങളെ നോക്കി നിൽക്കുവാനല്ല. तो परमेश्वर जो दिया है हमारे विषय वो सब जो है वही देख के रखना नहीं. ആമേൻ. പിശാച് നമ്മുടെ മുമ്പ് കൊണ്ടിടുന്ന വിശേഷമായ വസ്തുക്കൾ നോക്കുവാനല്ല. जो शैतान जो है जो काम हमारे अड़चन में डालते हैं सिर्फ वो सब देखना नहीं. ആമേൻ. കർത്താവിലേക്ക് നമുക്ക് നോക്കാം. परमेश्वर की ओर देखते हैं. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് പ്രാപിക്കുവാൻ परमेश्वर हमें तैयार कर रखा है उसको देखते हैं. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. परमेश्वर के हाथों में हम देते हैं. ആമേൻ. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ये नया समय प्रवेश करने से ഈ पहले പഴയതെല്ലാം നമുക്ക് ഉരിഞ്ഞു ये കളയാം. पहले का सब हम फेंक देते हैं. ആമേൻ. പഴയതെല്ലാം കളയാം. पहले का सब फेंक देते ഒരു हैं. പുതു വ്യക്തിയായിട്ട് एक नया व्यक्ति से പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ एक नया साल प्रवेश ഇന്ന് करने के लिए. പകൽക്കാലം ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. आज परमेश्वर हमें आशीष दे. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करते हैं. സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, हमारे अच्छे परमेश्वर ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. इस समय को धन्यवाद देते हैं. ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് കാണുവാൻ കൃപ ചെയ്തു. और एक दिन आपने हमें दिया है देखने के ഈ लिए. വർഷത്തിന്റെ ആരംഭം കണ്ട ഞങ്ങൾ ये जो है शुरुआत देखो हमें അവസാന ദിവസത്തിന്റെ അവസാന മണിക്കൂറിലേക്ക് എത്തിച്ചേരുവാൻ കൃപ ചെയ്തു. जो है इसका आखिरी दिन में भी आने की सहायता किया. ഇന്ന് വരെയും ഞങ്ങൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. अभी तक जो है चला हुआ आपको सोचने में धन्यवाद. ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം. आज सुबह के समय बात किया वो सोचने में धन्यवाद. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. अपने आपको समर्पण करते हैं. ഞങ്ങൾ പുതിയ വ്യക്തിയായി മാറുവാൻ, हम जो नया व्यक्ति में बदलने के लिए, ഞങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ഞങ്ങളെ നോക്കുവാൻ, हमारे अंदर ही हम देखने के लिए, ഞങ്ങളുടെ കുറവുകളെ ആമേൻ പരിശോധിച്ച് അതിൽ നിന്നും വിടുതൽ പ്രാപിപ്പാൻ हमारे जो कमजोरियों पर जो है उसको जांच के उसे विजय प्राप्त होने के लिए. ഇന്ന് പകൽക്കാല വചനപ്രകാരം ഞങ്ങളെ ബലപ്പെടുത്തുമാറാണ്. तो आज जो इस वचन के द्वारा हमें बल देना परमेश्वर. ആമേൻ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ये वचन सुना सभी लोग आपका आदर समर्पण करते हैं. ഇവിടുത്തെ കരം കൂടെ ഇരിക്കും. आपका उनके साथ रहना, അവരെ ബലപ്പെടുത്തും, उनको बल देना, ശക്തീകരിക്കും. शक्ति देना. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ इस नए साल प्रवेश करने के समय പുതു വ്യക്തികളായി പ്രവേശിപ്പാൻ नया व्यक्ति बन के എല്ലാവരും തിരുകരങ്ങളിലേക്ക് सभी ഏൽപ്പിക്കും. लोग आपके हाथ समर्पण करते हैं. അനുഗ്രഹിച്ചാട്ടെ, अनुग्रह करिए, അഭിഷേകം ചെയ്താട്ടെ. अभिषेक करिएगा. ഞങ്ങളെയും ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. हमें भी बल देते हैं, धन्यवाद देते हैं. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. प्रार्थना सुनने से धन्यवाद. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. यीशु मसीह का अधिकार भरा नाम से ആമേൻ. आमीन.